സുപ്രീം കോടതിക്കും അതുപോലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലുള്ള ഭരണഘടനാ പദവിക്കുമെല്ലാം എതിരെ BJP നേതൃത്വത്തിലുള്ള ചിലർ, BJP നേതൃത്വം ഒന്നാകെ തന്നെ എന്ന് പറയാം, സമീപ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ പല രൂപങ്ങളിലേക്ക് വികസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ BJP MP നിഷികാന്ത് ദുബെ നമ്മുടെ പഴയ മുൻ ഇലക്ഷൻ കമ്മീഷണറെ വിശേഷിപ്പിച്ചത് മുസ്ലിം കമ്മീഷണർ എന്നാണ്. നമ്മുടെ ഉപരാഷ്ട്രപതിയാകട്ടെ അല്പം കൂടി കടന്ന് ജുഡീഷ്യറിക്ക് എന്ത് അധികാരം പാർലമെൻറ്റിന് മേൽ എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചൊടിപ്പിക്കൽ, ഇത്തരത്തിലുള്ള വിരളി പൂണ്ട വർത്തമാനങ്ങൾ BJP കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴുണ്ടായത് സമീപകാലത്ത് കോടതിയിൽ നിന്നുണ്ടായ അതിശക്തമായ 2 ഭരണഘടനാ ഇടപെടലുകളാണ്. ഒന്ന്, ഗവർണറുടെ അധികാരം സംബന്ധിച്ച് BJP വൃത്തങ്ങളും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ പ്രചരിപ്പിച്ചു പോന്നിരുന്നതെല്ലാം തെറ്റാണെന്നും യഥാർത്ഥത്തിൽ ഗവർണർ എന്നുള്ളത് ഒരു നോമിനൽ പദവി എന്നതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നും സ്ഥാപിച്ചുകൊണ്ടുള്ള കോടതി വിധി. അതിനപ്പുറം കടന്ന് രാഷ്ട്രപതിക്ക് ഒരു നിയമത്തിന്മേൽ അടയിരിക്കാനുള്ള സമയത്തിന് പോലും പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ 2 ഇടപെടലുകളും BJP വൃത്തങ്ങളെ ചൊടിപ്പിക്കുവാനുള്ള കാരണം ഈ 2 കാര്യങ്ങളും, ഈ വഖഫ് ഭേദഗതിയാകട്ടെ, ഈ ഗവർണർമാരെ അഴിച്ചു വിട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തുന്ന ആക്രമണമാകട്ടെ, രണ്ടും ഇന്ത്യൻ ഫെഡറലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായ ഫെഡറലിസത്തിനും മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കൊക്കെ എതിരായ കടന്നാക്രമണങ്ങൾക്ക് മേലുള്ളൊരു പ്രതിരോധമായതുകൊണ്ടാണ്. അതായത് കഴിഞ്ഞ 10-11 വർഷമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ തങ്ങൾക്ക് അനഭിമതരായ സംസ്ഥാനങ്ങളോട് ചെയ്തു പോരുന്നത് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു ഗവർണറെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിലാകട്ടെ കേരളത്തിൽ നമ്മുടെ ആരിഫ് ഖാൻ ഉണ്ടായിരുന്നു, നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ ഈ ധൻഖർ തന്നെ, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി തന്നെ പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്നപ്പോൾ മമതാ ബാനർജി അദ്ദേഹത്തെ പ്രതിപക്ഷമെന്ന് പോലും വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹമൊക്കെ ഈ ഒരു അഴിച്ചുവിടപ്പെട്ട ഗവർണർമാരായിരുന്നു. ഇവരെല്ലാം സംസ്ഥാന ഗവൺമെൻറ്, മഹാരാഷ്ട്ര ഗവർണർ, ഇവരെല്ലാം തങ്ങൾക്ക് അനഭിമതരായ സംസ്ഥാനങ്ങളെ കടിച്ചു പറിക്കാനായിട്ട് പറഞ്ഞയച്ച ആളുകളായിരുന്നു. ഇവരെ അവർക്കില്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുകയും ആ സംസ്ഥാനങ്ങൾ പലതരത്തിലുള്ള പിന്തുണകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഭരണഘടനയുടെ അടിത്തറയായ ഫെഡറലിസത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമായ ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തിയിരുന്നു. ഇത് ഏറെക്കാലം തുടർന്നു പോന്നിരുന്നൊരു പ്രോസസ്സാണ്. അതിനെതിരെ സഹികെട്ടിട്ട് തമിഴ്നാട് സർക്കാർ നടത്തിയ നിയമയുദ്ധത്തിലാണ് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ അസംബ്ലി എന്താണോ ഉദ്ദേശിച്ചത് എന്ന ഒരു സത്തയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കോടതി വിധി ഉണ്ടായത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഈ ഗവർണർ പദവി സംബന്ധിച്ച് അതിദീർഘമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. BN റാവു അധ്യക്ഷനായ ഒരു സമിതി ഒരു റിപ്പോർട്ട് വരെ സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ നമ്മളിപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന അതേപോലെ ഏതാണ്ട് അതേ മാതൃകയിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഭരണഘടനാ തലവനെ തിരഞ്ഞെടുക്കാം എന്നൊരു നിർദ്ദേശം BN റാവു സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദവിയുടെ ഗുണവും ദോഷവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണത്. ആ സമയത്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ മൗലികമായ എക്കാലത്തെയും പ്രസക്തമായ ആ ചോദ്യം ഉയർന്നു വന്നത്. എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ കേന്ദ്രവും അതിൻ്റെ കുറേ സംസ്ഥാനങ്ങളും ചേർന്ന ഒരു സംവിധാനമാണോ, അതോ അതിശക്തമായ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു കേന്ദ്രമാണോ ഇന്ത്യ? രണ്ടാമത്തെ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയുടെ അംഗീകാരം ലഭിച്ചത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റ്സ് തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു യൂണിയനാണ്. അതല്ലാതെ അതിശക്തമായ ഒരു കേന്ദ്രം അതിൻ്റെ ഭരണ സൗകര്യാർത്ഥം വിഭജിച്ചുണ്ടാക്കിയ സംഗതികളല്ല ഈ സംസ്ഥാനങ്ങൾ എന്ന അതിനിർണായകമായിട്ടുള്ള ഒരു രാജ്യസങ്കല്പം രൂപപ്പെട്ടു വരികയാണ്. ആ രാജ്യസങ്കല്പത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ആരിഫ് ഖാൻമാരും NR രവിമാരും ഒക്കെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മേൽ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരുന്നത്. ആ അഴിഞ്ഞാട്ടത്തെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. അത് സുപ്രീം കോടതി പുതുതായിട്ട് ഒരു ധൻഖർ, നമ്മുടെ ഉപരാഷ്ട്രപതിയൊക്കെ പറയുന്നത് പോലെ പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള ജനാധികാരത്തിൻ്റെയോ മേലെ നടത്തുന്ന കയ്യേറ്റമാണ്
എന്നൊന്നും പറഞ്ഞുകൂടാ. നിലവിലുള്ള നിയമത്തെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശില്പികളുടെ അവരെന്താണോ ആ സമയത്ത് അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാഖ്യാനിച്ചാണ് അത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തിച്ചേരുന്നത്. ഇല്ലാത്തൊരു സംഗതിയെ സംക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഉള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കാം. പാർലമെൻറ്റിനേക്കാൾ വലിയ പദവിയിലേക്ക് സുപ്രീം കോടതിക്ക് കടന്നു വരാമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് അസാധാരണമായ സന്ദർഭമാണ്. കാരണം ഒരു കാലത്തും ഗവർണർ പോലുള്ള ഇത്തരത്തിലുള്ളൊരു പദവി ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾക്ക് മേൽ കടന്നാക്രമണം നടത്തുമെന്ന് ഭരണഘടനാ ശില്പികൾ ഒരു കാലത്തും കരുതിയിരുന്നിട്ടുണ്ടാവില്ല. സമാനമാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ സത്താപരമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ആ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളെ മുഴുവനായിട്ട് പേടിപ്പിക്കുക എന്നുള്ളതാണ്, ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഭയപ്പെടുത്തുന്നത് മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു മതേതര രാജ്യത്തെ സംബന്ധിച്ച് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നുള്ള തികഞ്ഞ ബോധ്യത്താലാണ് പാർലമെൻറ്റിനെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി കടന്നു. ആ നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല, മറിച്ച് കാതലായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചില ഉറപ്പുകൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഈ തൂണുകൾ തമ്മിൽ, എക്സിക്യൂട്ടീവ് ആയാലും ശരി, നമ്മുടെ പാർലമെൻ്റ് ആയാലും ശരി, അതല്ലെങ്കിൽ ജുഡീഷ്യറി ആയാലും ശരി, ഇതൊക്കെ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ഒരു അനുഭൂതിയാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുക. അത് തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പക്ഷേ ആ സംഘർഷങ്ങളെ സൃഷ്ടിച്ചത് എക്സിക്യൂട്ടീവിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാണ് എങ്കിൽ ആ സംഘർഷങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിലുള്ള വിറളിയാണ് ഇപ്പോൾ ഈ കോടതികൾക്കെതിരെ ആയിക്കോട്ടെ, സുപ്രീം കോടതിക്കെതിരെയും, അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി നിലപാടിനെ ശ്ലാഘിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മുസ്ലിം കമ്മീഷണറെല്ലാം എന്നെല്ലാം വിളിക്കുക. അതിന് അദ്ദേഹം ഒരാളുടെ മതം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നോക്കിയാണ് വിധിക്കേണ്ടതെന്നൊക്കെ മറുപടി പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പദവികളിൽ ഒന്നിലിരുന്ന ഒരാൾ തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ ഇൻ്റഗ്രിറ്റിയെ ഇങ്ങനെ സ്വയം വിളിച്ചു പറയേണ്ട ഗതികേട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിക്കുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറിത്തീർന്നതിൻ്റെ ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ അപകടകരമായ കാര്യം, ഇപ്പം ധൻഖറുടെ, നമ്മുടെ ഉപരാഷ്ട്രപതിയുടേതാകട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ BJP നേതാക്കളുടേതാകട്ടെ, ഇത്തരത്തിലുള്ള ജുഡീഷ്യറിക്കെതിരായുള്ള കടന്ന വിമർശനവും ഇതുപോലെയുള്ള ഭരണഘടനാ പദവിയിലുണ്ടായിരുന്ന സ്ഥാനത്തിരുന്നിരുന്ന ആളുകളെ വിമർശിക്കുന്നതും എല്ലാം പല സൂചനകൾ നൽകുന്നുണ്ട്. അത് യഥാർത്ഥത്തിലൊരു ഡോഗ് വിസിലാണ്. അതായത് ഈ ഡോഗ് വിസിൽ നായ്ക്കൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസിയിലുള്ളൊരു ശബ്ദമാണല്ലോ. അതായത് ഒരു വിസിൽ വരുന്നുണ്ട്, ഒരു അപകട സൂചന വരുന്നുണ്ട് എന്ന് ജുഡീഷ്യറിയെ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതല്ലാതെ ആത്മരോക്ഷം കൊണ്ട് വിമർശിക്കുന്നതല്ല, മറിച്ച് ആസൂത്രിതമായി മുഴക്കുന്ന ഡോഗ് വിസിലാണിത്. നിങ്ങൾ അത്രയൊന്നും കടന്നു പോകേണ്ടതില്ല, അത്രയൊന്നും നിങ്ങൾ ജനാധിപത്യത്തെ മുറുകെ പിടിക്കേണ്ടതില്ല എന്ന് കോടതികളോട് കൽപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന കോടതി വിമർശനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണങ്ങളും. ഇതിനെ ഈ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചാൽ മാത്രമാണ് ഭാവിയിലും ജനാധിപത്യത്തിൻ്റെ ഈ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾക്ക് ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ധൈര്യമുണ്ടാവുകയുള്ളൂ. അതേസമയത്ത് ഇതുപോലുള്ള വിമർശനങ്ങൾ തുടർന്നാൽ എന്തിന് ചൊടിപ്പിക്കണം എന്നുള്ള ഒരു മനോനില രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യത്തെ ഒരു തരത്തിൽ പോലും മുന്നോട്ട് നയിക്കില്ല. അതിനാൽ ഇപ്പോൾ BJP പല കേന്ദ്രങ്ങളിൽ നിന്നുയർത്തുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് രാജ്യത്ത് ഒരു പ്രതിപക്ഷ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. വാസ്തവത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം നിന്ന് ഈ ജനാധിപത്യ ശക്തികളുടെ, ജനാധിപത്യത്തിലെ പ്രധാന ഘടകങ്ങളുടെ ഇടപെടലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സന്ദർഭം കൂടിയാണ് ഇത്. അതല്ല എങ്കിൽ ഭയപ്പെട്ട് പിന്മാറുന്നവർ അവശേഷിപ്പിക്കുന്ന ആ ശൂന്യതയിലേക്കാണ്
വിധ്വംസക ശക്തികൾ എല്ലാ കാലത്തും കടന്നിരിക്കാറുള്ളത്. അത് ജനാധിപത്യത്തിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പാഠമാണ്. ആ ഭയപ്പെട്ടൊഴിഞ്ഞു പോയവരുടെ ശൂന്യതയിലേക്ക് വിധ്വംസകതയെ കടന്നിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കാലത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി.